അവൾ ഒരു ദിവസം ടി വിയിൽ ഒരു വെയ്റ്റ് ലിഫ്റ്ററിനെ കാണുകയാണ് ഒരു കോണ്ടസ്റ്റിന്റെ ഇടയിൽ. കണ്ടപ്പോൾ തന്നെ സൂസന് ആ മനുഷ്യനോടൊരു താല്പര്യം തോന്നി. മത്തിയാസ് സ്റ്റെയ്നർ, ഒരു ഓസ്ട്രിയൻ വെയ്റ്റ് ലിഫ്റ്ററാണ് അദ്ദേഹം. സൂസൻ അപ്പം തന്നെ ആ മനുഷ്യനെ നേരിട്ടൊന്ന് പോയി കാണാൻ തീരുമാനിച്ചു. ടി വി കമന്റേറ്റേഴ്സിനോട് അവൾ ഒരുപാട് തവണ പിന്നാലെ നടന്ന് കോണ്ടാക്ട് ഡീറ്റെയിൽസിന് ചോദിച്ചു. അവസാനം ഈ ടി വിക്കാര് അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് അവൾക്ക് നൽകി. അങ്ങനെ അവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്തു, മീറ്റ് ചെയ്തു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, അതായിരുന്നു അവിടെ സംഭവിച്ചത്. സൂസന് വേണ്ടി സ്റ്റെയ്നർ ജർമ്മനിയിലേക്ക് താമസം മാറ്റി. അവിടെ താമസിച്ച് ജർമ്മൻ സിറ്റിസൺഷിപ്പ് എടുത്തു. സ്റ്റെയ്നർ സൂസനെ അത്രമേൽ സ്നേഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് സ്റ്റെയ്നർ ഞാൻ നിനക്ക് വേണ്ടി ഒരു ഒളിമ്പിക് മെഡൽ സ്വന്തമാക്കും എന്ന് പ്രോമിസ് ചെയ്തത്. ആ പ്രോമിസ് കൊടുത്ത് കുറച്ച് നാളുകൾക്കുള്ളിൽ 2007 ഒരു കാർ ആക്സിഡന്റിൽ സൂസൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. മത്തിയാസ് സ്റ്റെയ്നർ എന്ന അത്ലറ്റിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ട്രാജഡി ആയിരുന്നു അത്. അത്രയും തകർന്നിരിക്കുന്ന ആ സമയത്തും മുന്നോട്ട് നീങ്ങാൻ അദ്ദേഹത്തിന് പ്രചോദനമായത് അദ്ദേഹം സൂസന് നൽകിയ ആ ഒരു പ്രോമിസ് ആയിരുന്നു. കഠിനമായ ഒരുപാട് പരിശ്രമങ്ങൾക്ക് ശേഷം 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാനുള്ള അവസരം സ്റ്റെയ്നർ നേടിയെടുത്തു. പക്ഷേ 3 മത്സരങ്ങളിൽ ആദ്യത്തെ 2 അയാൾ പരാജയപ്പെട്ടുപോയി. എങ്കിലും സൂസന് നൽകിയ ആ പ്രോമിസ് ഒരു കാരണവശാലും ബ്രേക്ക് ചെയ്യാൻ പാടില്ലെന്ന അതിതീവ്രമായ ഒരു തീരുമാനമായിരിക്കാം 3ാമത്തെ ശ്രമത്തിൽ അയാളത് നേടിയെടുത്തു, ചരിത്രം സൃഷ്ടിച്ചു. വേദനയുടെ ഭാരത്തെ അതിജീവിച്ചുകൊണ്ട് അന്ന് അയാൾ അവിടെ എടുത്തുയർത്തിയത് വെറും ഒരു ഗോൾഡ് മെഡലായിരുന്നില്ല, മറിച്ച് പ്രണയത്തിൻ്റെ മഹത്തായ സാക്ഷ്യമായി ഹി ലിഫ്റ്റഡ് എ പ്രോമിസ് ടു ദ ഹെവൻസ്. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.